ഹലോ എവ്രി വൺ, വെൽക്കം ടു നാനാൻ അക്കാദമി. കേരള PSC തയ്യാറെടുക്കുന്ന ബിഗിനേഴ്സിനായിട്ടുള്ള 100 പ്രധാന ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപീകൃതമായത് എന്ന്? കേരള സംസ്ഥാനം രൂപീകൃതമായത് 1956 നവംബർ 1. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ജില്ലകളുടെ എണ്ണം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം ഉത്തരം 14. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഉത്തരം ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഉത്തരം മലപ്പുറം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മലപ്പുറം. ആറാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ നദി ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ തടാകം വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. പത്താമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആന. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. 12ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. കേരളത്തിൻ്റെ സംസ്ഥാന വൃക്ഷം തെങ്ങ്. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം കരിമീൻ. കേരളത്തിൻ്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീൻ. 15ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിൻ്റെ ആദ്യത്തെ ഗവർണർ ഉത്തരം B. രാമകൃഷ്ണ റാവു. കേരളത്തിലെ ആദ്യത്തെ ഗവർണറായിരുന്നത് B. രാമകൃഷ്ണ റാവു. 17ാമത്തെ ചോദ്യം, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആയിരുന്നത്. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ R. ശങ്കർ നാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ R. ശങ്കർ നാരായണൻ തമ്പി. 18ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരം കോട്ടയം. 19ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ല എറണാകുളം. 20ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ഉത്തരം ആനമുടി. കേരളത്തിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. 21ാമത്തെ ചോദ്യം, സൈലന്റ് വാലി ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട്.
22ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം നാഷണൽ പാർക്ക്. 23ാമത്തെ ചോദ്യം, കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ. കേരള പാണിനി എന്നറിയപ്പെടുന്നത്. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് AR രാജരാജവർമ്മ. 25ാമത്തെ ചോദ്യം, കേരള വാൽമീകി എന്നറിയപ്പെടുന്നത്. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള വാൽമീകി എന്നറിയപ്പെടുന്നത് വള്ളത്തോൾ നാരായണ മേനോൻ. 26ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഇന്ദുലേഖ. ഇന്ദുലേഖ രചിച്ചതാരാണ്? ഉത്തരം O. ചന്തുമേനോൻ. ഇന്ദുലേഖ രചിച്ചത് O. ചന്തുമേനോൻ. 28ാമത്തെ ചോദ്യം, മലയാളത്തിലെ ആദ്യത്തെ പത്രം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഉത്തരം രാജ്യസമാചാരം. മലയാളത്തിലെ ആദ്യത്തെ പത്രം ഏതാണ്? രാജ്യസമാചാരം. 29ാമത്തെ ചോദ്യം, രാജ്യസമാചാരം ആരംഭിച്ചതാരാണ്? ഉത്തരം ഹെർമൻ ഗുണ്ടർട്ട്. രാജ്യസമാചാരം ആരംഭിച്ചതാരാണ്? ഹെർമൻ ഗുണ്ടർട്ട്. 30ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഉത്തരം പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. 31ാമത്തെ ചോദ്യം, ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. 32ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം നെടുമ്പാശ്ശേരി. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നെടുമ്പാശ്ശേരി. 33ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ് കണ്ണൂർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായ്. കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ KO ഐഷാബായ്. 35ാമത്തെ ചോദ്യം, കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം. ഉത്തരം 41. കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 41. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം 3. 37ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി ഉത്തരം നെയ്യാർ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദി നെയ്യാർ. 38ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി. ഉത്തരം മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴ. 39ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഉത്തരം ഭാരതപ്പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദി ഭാരതപ്പുഴ. 40ാമത്തെ ചോദ്യം, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് തൃശ്ശൂർ. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല എറണാകുളം. കേരളത്തിലെ വ്യാവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല എറണാകുളം. 42ാമത്തെ ചോദ്യം, കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രം. കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊല്ലം. കശുവണ്ടി വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് കൊല്ലം. 43ാമത്തെ ചോദ്യം, കയർ വ്യവസായത്തിൻ്റെ കേന്ദ്രം. കേരളത്തിലെ കയർ വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കേരളത്തിലെ കയർ വ്യവസായത്തിൻ്റെ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കൊച്ചി. 45ാമത്തെ ചോദ്യം, കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴ. കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ്. 46ാമത്തെ ചോദ്യം, പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്?
പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഉത്തരം പശ്ചിമഘട്ടം. പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഉത്തരം പശ്ചിമഘട്ടം. 47ാമത്തെ ചോദ്യം, പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാടും. പാലക്കാട് ചുരം ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളം, തമിഴ്നാട്. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം? നേര്യമംഗലം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം നേര്യമംഗലം. 49ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നത് ചിന്നാർ. 50ാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഇടുക്കി. 51ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല? അത് ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ആലപ്പുഴ. 52ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതം. 53ാമത്തെ ചോദ്യം, പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. പക്ഷിപ്പാതാളം ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. 54ാമത്തെ ചോദ്യം, തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. തട്ടേക്കാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? എറണാകുളം. 55ാമത്തെ ചോദ്യം, കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഉത്തരം മലപ്പുറം. കടലുണ്ടി പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? മലപ്പുറം. 56ാമത്തെ ചോദ്യം, മംഗളവന പക്ഷി സങ്കേതം എവിടെയാണ്? മംഗളവന പക്ഷി സങ്കേതം കൊച്ചി. മംഗളവന പക്ഷി സങ്കേതം കൊച്ചി, എറണാകുളം. 57ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല തിരുവിതാംകൂർ സർവകലാശാല. 58ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെറുതുരുത്തി. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തി, തൃശ്ശൂർ ജില്ലയിലാണ്. 59ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് വള്ളത്തോൾ നാരായണ മേനോൻ. 60ാമത്തെ ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. 60ാമത്തെ ചോദ്യം, കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുഞ്ചൻ നമ്പ്യാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അമ്പലപ്പുഴ. 61ാമത്തെ ചോദ്യം, തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? തുഞ്ചൻ പറമ്പ് സ്ഥിതി ചെയ്യുന്നത് തിരൂർ. 62ാമത്തെ ചോദ്യം, കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുമാരനാശാൻ സ്മാരകം തോന്നയ്ക്കൽ. 63ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം? ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം പന്മന. 64ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം? ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. ശ്രീനാരായണ ഗുരു സമാധിയായ സ്ഥലം ശിവഗിരി. 65ാമത്തെ ചോദ്യം, അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ. അയ്യങ്കാളി ജനിച്ച സ്ഥലം വെങ്ങാനൂർ. 66ാമത്തെ ചോദ്യം, നായർ സർവീസ് സൊസൈറ്റി NSS സ്ഥാപിച്ചത് ആര്? ഉത്തരം മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. 67ാമത്തെ ചോദ്യം, SNDP യോഗം സ്ഥാപിച്ച വർഷം? SNDP യോഗം സ്ഥാപിച്ച വർഷം 1903. SNDP യോഗം സ്ഥാപിച്ച വർഷം 1903. സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. സാധു ജനപരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളി. 69ാമത്തെ ചോദ്യം, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ.
ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. 70ാമത്തെ ചോദ്യം പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് PRDS. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചതാര്? ഉത്തരം പൊയ്കയിൽ യോഹന്നാൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. 71ാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം ഏത് വർഷം? 1856. ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനം ഏത് വർഷം? ഉത്തരം 1856. 72ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല ലൈബ്രറി തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. കേരളത്തിലെ ആദ്യത്തെ ഗ്രന്ഥശാല തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ മ്യൂസിയം നേപ്പിയർ മ്യൂസിയം. കേരളത്തിലെ ആദ്യത്തെ പ്രസ് CMS പ്രസ് കോട്ടയം. കേരളത്തിലെ ആദ്യത്തെ പ്രസ് CMS പ്രസ് കോട്ടയം. 75ാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകം. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകം രചിച്ചത് പാറേമാക്കൽ തോമ കത്തനാർ. പാറേമാക്കൽ തോമ കത്തനാർ. 77ാമത്തെ ചോദ്യം ജ്ഞാനപാന രചിച്ചത് പൂന്താനം. ജ്ഞാനപാന രചിച്ചത് പൂന്താനം. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. കൃഷ്ണഗാഥ രചിച്ചത് ചെറുശ്ശേരി. 79ാമത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ മലയാള സിനിമ. ആദ്യത്തെ മലയാള സിനിമ വിഗതകുമാരൻ. വിഗതകുമാരൻ സംവിധാനം ചെയ്തത് JC ഡാനിയൽ. 81ാമത്തെ ചോദ്യം ആദ്യത്തെ ശബ്ദിക്കുന്ന മലയാള സിനിമ. ആദ്യത്തെ ശബ്ദിക്കുന്ന മലയാള സിനിമ ബാലൻ. 82ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. 83ാമത്തെ ചോദ്യം മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. മലമ്പുഴ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം പാലക്കാട്. 84ാമത്തെ ചോദ്യം ബാണാസുര സാഗർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം വയനാട്. ബാണാസുര സാഗർ വയനാട്. പീച്ചി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. പീച്ചി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. നെയ്യാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. നെയ്യാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. 87ാമത്തെ ചോദ്യം മാട്ടുപ്പെട്ടി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. മാട്ടുപ്പെട്ടി അണക്കെട്ട് ഏത് ജില്ലയിലാണ്? ഇടുക്കി. 88ാമത്തെ ചോദ്യം ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം പെരിയാർ. ഭൂതത്താൻ കെട്ട് അണക്കെട്ട് ഏത് നദിയിലാണ്? പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ജോൺ പെന്നിക്വിക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് ജോൺ പെന്നിക്വിക്ക്. 90ാമത്തെ ചോദ്യം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഉത്തരം നെയ്യാർ. 91ാമത്തെ ചോദ്യം കേരളത്തിലെ പ്രശസ്തമായ സർപ്പക്കാവ് മണ്ണാറശാല. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം തിരുവനന്തപുരം. 93ാമത്തെ ചോദ്യം ശബരിമല ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. ശബരിമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം പത്തനംതിട്ട. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം തൃശ്ശൂർ. വൈക്കം മഹാദേവ ക്ഷേത്രം ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ട ബേക്കൽ കോട്ട. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? കാസർഗോഡ്. ബേക്കൽ കോട്ട ഏത് ജില്ലയിലാണ്? ഉത്തരം കാസർഗോഡ്. ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്നത് പാലക്കാട് കോട്ട. ടിപ്പു സുൽത്താൻ്റെ കോട്ട എന്നറിയപ്പെടുന്നത് പാലക്കാട് കോട്ട. സെൻറ്റ് ആഞ്ചലസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. സെൻറ്റ് ആഞ്ചലസ് കോട്ട സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേരളത്തിൽ